ഇറാന്റെ ചിന്താഗതിയും അല്ലെങ്കിൽ ഇറാന്റെ ഒരു ലക്ഷ്യം അത് തന്നെയായിരിക്കില്ല. ഇത് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണെന്ന് പറയുമ്പോൾ പോലും അമേരിക്കയും ഇന്ത്യയും അല്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ തലവന്മാർ അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രതിനിധികൾ അധികാരികൾ എന്തായാലും ഇറാനുമായും ഇസ്രയേലുമായുള്ള ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകുമെന്നുള്ളൊരു തോന്നൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും അവർ സന്ധി സംഭാഷണത്തിന് മുട്ടുമടക്കി വരാൻ തയ്യാറല്ല. ഞങ്ങളൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും അവർ ഭയക്കുന്ന ഒരു കാര്യം അവരുടെ ആ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കാനായിട്ട് USA പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു കരുവായി ഇസ്രയേൽ മാറുന്നുണ്ടോ എന്നുള്ളതും അവർക്കൊരു സംശയമാണ്. അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇത് ഈ ഒരു മതരാഷ്ട്രം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അങ്ങനെ ഈ മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്നതാണ്. അങ്ങനെ ഉള്ള ശ്രമമല്ല, പക്ഷേ അത് അമേരിക്കയ്ക്ക് അങ്ങനെയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ്, അവരുടെ പള്ളികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതും അമേരിക്കയുടെ ഒരു നീക്കമാണ്. ഏതാണ്ട് 19% ഓരോ വർഷവും കൊണ്ട് വർദ്ധിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായിട്ടിപ്പോൾ USA സംബന്ധിച്ചിടത്തോളം ട്രംപിന് എപ്പോഴും ഒരു ബിസിനസ് കണ്ണുണ്ട്. ഒരുപാട് എണ്ണപ്പാടങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഇറാൻ. ഇറാൻ ഒരു വലിയ രാഷ്ട്രമാണ്. ആ വലിയ രാഷ്ട്രത്തിലെ എണ്ണപ്പാടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കണ്ണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു എഗ്രിമെൻറ്റിനും പിന്നെ ആണവ കരാറിനുമൊക്കെ തയ്യാറാകാത്ത ഇറാനെ കൊണ്ട് പലതിനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, പല വിധത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാവ സർക്കാരിനെ അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാകും എന്ന് കണക്ക് കൂട്ടിയൊക്കെയാണ്. ഏതാണ്ട് ഒരു വർഷത്തെ പ്ലാനിംഗ് ആണെന്നാണ് പറയുന്നത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. ആ ഒരു വർഷത്തെ പ്ലാനിങ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിന് ഇപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. നെതന്യാഹുവിൻ്റെ നിലനിൽപ്പ് ഒരു വലിയ പ്രശ്നമാണ് അവിടെ. അദ്ദേഹത്തിന് തുടരണമെങ്കിൽ ഇത്തരത്തിലൊരു വാറ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആ വാറിൽ കൂടെ മാത്രമേ അദ്ദേഹം തുടർന്നു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം നഷ്ടപ്പെടുകയും പാർലമെൻറ്റിലെ അംഗമെന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്താൽ അദ്ദേഹം തീർച്ചയായിട്ടും ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം കൂടെ. അദ്ദേഹം ഒരു കറപ്ഷൻ കേസിൽ അദ്ദേഹത്തിന് ശിക്ഷ ഉറപ്പായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെല്ലാം പലവിധ വ്യക്തിപരമായതും രാഷ്ട്രത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ചിന്താഗതിയും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഈ വാർ വന്നിരിക്കുന്നത്.